ഹലോ ബോയ്സ്, നോക്കാൻ വെച്ചാൽ പുതിയൊരു പിള്ളേരുടെ സ്വന്തം കേസ് ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 390 നമ്മൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ TFT ഡിസ്പ്ലേ. കണ്ട ഈ ഒരു ഡിസ്പ്ലേയുടെ അവസ്ഥ കണ്ട വെടിച്ച കണക്ക് ഒരു പരുവായിരിക്കുന്നു. പിന്നെ അതും പോയിട്ട് തന്നെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഫോഗൊക്കെ കിട്ടി, പിന്നെ ഇതിനകത്ത് വെള്ളമൊക്കെ കിട്ടുമായിരുന്നു. മീറ്റർ ഇപ്പോൾ പക്ക വർക്കിംഗ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട പക്ക വർക്കിംഗ് തന്നെയാണ്. പിന്നെ വെയിലത്തൊക്കെ ഇരുന്ന് അകത്തൊരു ഫെയ്ഡ് കണക്ക് എന്തോ ഒരു യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ സെൻറ്ററിൽ കണ്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ മീറ്റർ ഇങ്ങനെ പണിയായതിനു ശേഷം കിട്ടിയതാണ് കേട്ടോ. ഈ വെയിലത്തും മഴയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞാൻ വണ്ടി വാങ്ങിയ സമയത്തും ഈ വെടിപ്പുണ്ടായിരുന്നു. പക്ഷേ ഓഫ് ചെയ്യുമ്പോൾ ഈ കാണുന്ന വെടിപ്പൊക്കെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ബാക്കി പകുതിയൊക്കെ എൻ്റെ കൈക്ക് പറ്റിയതാണ്. അപ്പം ഈ സാധനം മീറ്റർ ഷെല്ല് വാങ്ങാൻ കിട്ടാനില്ലായിരുന്നു കേട്ടോ. ഇപ്പം സാധനം കിട്ടാറുണ്ട്. നമ്മുടെ ഡ്യൂക്ക് സാധനങ്ങളുടെ നെക്സ്റ്റ് ഗിയർ ഷോപ്പിലുണ്ട്. കൊല്ലം പാരിപ്പള്ളി, കൊല്ലം ട്രിവാൻഡ്രം ബോർഡറാണ് പാരിപ്പള്ളി. അപ്പോൾ അവിടെ നമ്മൾ പോകാൻ പോകണം. പോയി ഈ സാധനം മാറ്റി നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകണം കേട്ടോ. ഈ മീറ്റർ മാറ്റാതെ തന്നെ നമുക്ക് മീറ്റർ ഷെല്ല് എടുക്കാൻ പറ്റും. പക്ഷെ അത് നേരത്തെ ഒന്നും ഈ സാധനം വാങ്ങാൻ കിട്ടാനില്ലായിരുന്നു. ഇതിൻ്റെ മീറ്ററിൻ്റെ ഷെല്ല് വാങ്ങാൻ കിട്ടാനില്ലായിരുന്നു. സാധനം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കഴുകിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വിടാൻ പോകാൻ കേട്ടോ. ഈ മാസത്തെ 2ാമത്തെ വീഡിയോ ആണ്. ഈ മാസം കുറച്ച് കച്ചറ മാസമായിരുന്നു. അത് ഈ 2023 എങ്കിലും തീരുമായിരിക്കാം. എന്തായാലും ഇന്നതാ 2ാമത്തെ വീഡിയോ എടുക്കാൻ പോകണം കേട്ടോ. അപ്പം വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. വണ്ടി ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫുഡും കഴിച്ചിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് തെറിക്കാം. വേറെ ഒന്നും പറയില്ല, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടെ. എന്നിട്ട് നമ്മൾ പറയാം റേറ്റ് അങ്ങനെ ഉണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പോണ വഴിക്ക് പറയാം. പിന്നെ അവിടെ പോയി സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. അവർക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം. നമ്മുടെ ഈ ചെറു വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ അപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത്. നമ്മൾ വണ്ടി എടുത്തോണ്ട് നൈസിനെ കൊടുത്തിറക്കാൻ പോകണം. ഫുഡ് കഴിച്ച് ഓൾ സെറ്റായി. അപ്പം ഇതിനൊന്ന് പേടൊക്കെ താഴോട്ടൊക്കെ വീട്ടിനകത്ത് കൊണ്ട് വെച്ചിട്ട് വരാം. ക്രിസ്മസ് അല്ലേ കണ്ട, ട്രീ ഒക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പോയിട്ട് വരാം. മീറ്ററിനകത്ത് ആ ഒരു യെല്ലോ ഷെയ്ഡ് വന്നത് ശോകമായി പോയി കേട്ടോ. ഉമ്മി 60-65 കിലോമീറ്റർ കൊണ്ടുണ്ട് നമുക്ക് അതുവരെ പോകാൻ വേണ്ടി. നമുക്ക് നൈസിന് അങ്ങോട്ട് പോകാം. 390 ഹൈവേയും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി പറത്തിയൊക്കെ പോകാൻ പറ്റും. റോഡ് പണിയൊക്കെ നടക്കണം, അതെങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് പയ്യെ അങ്ങോട്ട് പോവാം. പിന്നെ ഉച്ച സമയമാണ്, വണ്ടിയും കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ മീറ്റർ TFT മീറ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ റീലിട്ട സമയത്ത് ഞാൻ പറഞ്ഞ നമ്മുടെ ഡ്യൂക്ക് സാധനം ഞാൻ മെസ്സേജ് ഇട്ട് സാധനം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു. എൻ്റെ റൈറ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കുറേ പേര് ആ റീലിനകത്ത് നമ്മളെ മെൻഷൻ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ സന്തോഷം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മീറ്റർ ഷെല്ല് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പരിപാടി. നമ്മുടെ ലെനു നമ്മുടെ കൂടെ വരാനുള്ള പ്ലാനിലൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു ക്രിസ്മസിന് മുമ്പ്. ഇപ്പോൾ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് 26-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി എന്ന് എഡിറ്റ് ചെയ്ത് വരുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയാൻ വയ്യ. ലെനു നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിരുന്നതാണ് ക്രിസ്മസിൻ്റെ 2 ദിവസത്തിന് മുമ്പ്. അവന് ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അമ്പൂരി വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് അവിടെ നിന്ന് പേട്ടത്തല അടിച്ച് വന്ന് വീണ് പുറം തലയിൽ 7 സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ആയിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ആശാൻ വീട്ടിലാണ്. അതുകൊണ്ടാണ് അവനെ കൂട്ടാതെ ഇതിപ്പോൾ ഒറ്റയ്ക്ക് പോണത്. ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് നമ്മളത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് വരാം. ആ കണക്കിനാണ് നമ്മൾ അങ്ങോട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൊറിയറൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പോയി സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഒരു വീഡിയോ ആവുമല്ലേ അത്. ചേച്ചി ഏതെങ്കിലും വാക്കെടുക്കൂ. അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തി. ഇനി ഇവിടെ സച്ച് എടുത്ത് വിട്ടുകൊണ്ടിരുന്നത് അത് NH66 ആണ് കേട്ടോ. ഈ ഹൈവേ വന്നതോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചടപടയെ നടക്കാണ്. പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിന്റെ അങ്ങോട്ടൊക്കെ, ആലപ്പുഴ എറണാകുളം അങ്ങോട്ടൊക്കെ. ഈ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഒരു എറണാകുളത്തൊക്കെ ഒരു 2-2.5 മണിക്കൂറിനകത്തൊക്കെ ചടപടയെന്ന് എറണാകുളമൊക്കെ പോയിട്ട് തിരിച്ചുവരാൻ പറ്റില്ല. പോവാം, അവിടെ പോയി എത്താം. ഓക്കെ, ഏതാ പക്ഷെ 450 ക്യാമറ വയ്ക്കൂടെ ഇതിനിടയിൽ. അതാണ് വേറൊരു ടാസ്ക്. എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ആറ്റിങ്ങലെത്തി കേട്ടോ. സനലിനെ ഒന്ന് വിളിച്ചു നോക്കാം. എവിടെയെങ്കിലും തണലത്തൊന്ന് നിർത്താം. എന്നിട്ട് ആശാനെ ഷോപ്പിൽ വരുത്തിക്ക്. എൻ്റെ മോനെ മീറ്ററൊക്കെ ഇരുന്ന് വെട്ടണം, അടിച്ചു പോവോ. ഷെല്ല് മാറ്റിയതിന് ശേഷം മീറ്റർ അടിച്ചു പോകണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, എന്നാ അക്ഷരം തെറ്റാതെ പറയാം, ഇടിവെട്ടി എൻ്റെ തലയിൽ തേങ്ങ വേണമെന്ന്. സനൽ മീറ്റർ അടിച്ചു പോടേ. സനലാണ്ട് എവിടേക്കാണ്? കടയുണ്ടോ? ആറ്റിങ്ങൽ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വല്ല ആണെങ്കിൽ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. ഞാൻ ആറ്റിങ്ങൽ കഴിഞ്ഞ്. ഓക്കെ, ശരി എന്നാ. കണ്ട ഈ യെല്ലോ ഇഷ്യൂ കുറെ കൂടെ കൂടി കേട്ടോ. മീറ്റർ ഉടനെ അടിച്ചു പോകുമോ ഈ സാധനം മാറുമ്പം. അയ്യോ, ആ സെൻറ്റർ ഭാഗത്ത് കുറച്ചുകൂടെ ആ ഒരു ഇത് പണി കൂടി പറഞ്ഞു അടിച്ചു പോകുമോ എന്തോ. അയ്യോ, നമ്മളങ്ങനെ സനലിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് എത്തി കേട്ടോ. എൻ്റെ മോനെ, നമ്മളിവിടെ എത്തി കേട്ടോ. മുട്ടത്തലേ നീന് മുട്ട സനൽ. മീറ്ററിൻ്റെ കാര്യം എന്തായാലും നോക്കാം. സെൻറ്റർ സൈഡൊക്കെ അടിച്ചു പോയ അവസ്ഥയിലാണ്. ഹലോ,
ഇവിടെ ഭയങ്കര ബിസിനസ് നടക്കണ്, കണക്കൊക്കെ നോക്കണ്. സൊട്ടത്തലയാ സല്ലെണ്ണ സുഖം, ബിസിനസ് നടക്കാനല്ലേ, നടക്കട്ടെ. എനിക്ക് മീറ്റർ സെറ്റ് ചെയ്യണം. മീറ്ററിന്റെ സെന്ററേ എന്തോ ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ നടക്കണം. ആ ഇനി ഷെല്ല് മാറ്റിയതിന് ശേഷം മീറ്റർ അടിച്ചു പോകുമോ എന്തോ. ഇല്ല ഇല്ല, നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതാണ് മീറ്റർ ഷെല്ല്. മീറ്റർ ഷെല്ല് നല്ല നോക്കി ഒരെണ്ണം സെറ്റാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫുള്ള് നെരിഞ്ഞ കണക്കായി. പിന്നെ കണ്ട അതെന്താ സാധനം, ഇതിപ്പോ ഇന്ന് വന്നതിന് ശേഷമാണ് ഈ വെട്ടൽ. ഇത് ഇവിടെ ഒരു ചെറിയ കണ്ട വെട്ടണ ഡിസ്പ്ലേ. ഇല്ല ഇല്ല, അതെന്തായാലും നിങ്ങളെ പറയില്ല, കാരണം ഇത് കണ്ട നേരത്തെ. പക്ഷെ ഇത് ഇത്രയും ഇല്ലായിരുന്നേ. ഇന്ന് വണ്ടി കഴുകിയതിന് ശേഷം ഈ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന മൊത്തം ഇങ്ങനെയായി. എന്നിട്ട് പോയപ്പോ അടുത്ത മാറാം. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. മീറ്റർ എത്ര രൂപ അത്? 8. നമ്മുടെ വണ്ടിയിൽ അങ്ങനെ പണി ഇത് സെറ്റാക്കാൻ പോണം മീറ്റർ. അത്രയും പവറൊന്നും വേണ്ട, അത്രയും പവറൊന്നും വേണ്ട. എൻ്റെ വണ്ടി വേണ്ട, സൊട്ടത്തരേ. അപ്പം എൻ്റെ വണ്ടി സ്വന്തമായിട്ട് ആശാൻ പണി തോണ്ടിരിക്കുകയാണ്. ഇതാ എന്താവോ എന്തോ. ഷെല്ലി മീറ്റർ അടിച്ചു പോകുന്നവരെ ഇനി ഉപയോഗിക്കാം. ഒരു സ്റ്റെപ്പ് മാറി. ഇല്ല ഇല്ല, ഒരിക്കലും. അയ്യോ, ഇതിങ്ങനെയൊന്നും അല്ലല്ലോ ഒന്ന്. മീറ്റർ ശല്യം ഉണ്ടാ. ഇത് മാറ്റിയിട്ട് നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ദാണ്ടിരിപ്പുണ്ട്. സ്ഥലമാണോ? പെട്ടെന്ന് ചെയ്തോ, കണ്ടിന്യൂ. പൊളിച്ചോ. ആ ഇപ്പൊ അങ്ങനെയാ കണ്ട, ഫുള്ളാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റെഡി ആവുമായിരിക്കും. നമ്മളെ മീറ്റർ ഷെല്ല് അങ്ങനെ പൊളിച്ചെടുത്ത് കുറെ നേരത്തെ കസരത്തിന് ശേഷം ഊരിയെടുത്തല്ലേ. വണ്ടി പണിത് സെറ്റാക്കി കേട്ടോ. മീറ്ററൊക്കെ അത് പഴയതുപോലെ സെറ്റാക്കി വെച്ച്, പക്ഷെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ. അത് തന്നെ, ഇത് ഗമ്മൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കണം. അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ട് ഇളകാന്ന് ഓർത്ത് എല്ലാം സെറ്റായി. ഓണായി ഓണൊക്കെ സ്ക്രാച്ചൊക്കെ മാറി. പക്ഷെ മീറ്റർ ഉടനെ തന്നെ അടിച്ചു പോകും അല്ലേ. ആ ഷെയ്ഡ് അങ്ങനെ നിൽക്കണം, പരുവായി. അത് തന്നെ. എന്നാൽ അപ്പോഴും മീറ്റർ മാറാം. ഇപ്പൊ തൽക്കാലം ഓടണം, ദൂരം ഓടട്ട്. സെറ്റായി. PPF വേണം, നീറ്റ് ആക്കണം. അതെ, സ്ക്രാച്ച്, കുറെ സ്ക്രാച്ച്. അതെ, നൈസ് രീതി. മാളി പോകണോ? നമ്മൾ മാളി പോകുമ്പോൾ സലാണല്ലേ വൈഫും ഇങ്ങനെയാണ് നമ്മൾ ചായ വെച്ച് കൊടുക്കാം. പഴയ മീറ്റർ ഉണ്ടോ? പഴയ മീറ്റർ തകർന്നിരിക്കുകയായിരുന്നു. പയ്യനെ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞ്. സലാണന്റെ സ്റ്റാഫാണ്. പേരെന്തോന്ന്? ജഗൻ. കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അല്ലെന്ന്. ഓക്കെ, അപ്പം സാധനം സെറ്റ് ആയി കേട്ടോ. എത്ര ദിവസം ഒഴിക്കുമായിരിക്കും ഇത്? പോവായിരിക്കുമല്ലേ ഇത്? മണിക്കൂർ. അടുത്ത ഡിസ്ക് പേഡ് ഇവിടെ ഒന്ന് മാറണം. അറിയായിരിക്കുമല്ലേ? നീ ചേടാന്ന്. ഓക്കെ, ഇവിടെ മാറി സെറ്റായിട്ട് പോവാം. നമ്മുടെ ഡിസ്ക് പേഡ് പണിതുകൊണ്ടിരിക്കുന്ന സനൽ, മെക്കാനിക് സനലാണ്. കണ്ട ഡിസ്ക് പേഡ് തകർന്ന അവസ്ഥയിലായിരുന്നു. ഞാൻ ഇതുവരെ ഇളക്കിയിട്ടില്ല ഇത്. അതായത് ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ വണ്ടി എടുത്തതിന് ശേഷം. ആ ഡിസ്ക് പേഡിലിരുന്നാണ് ആ പേടൊക്കെ ദ്രവിച്ചു പോയി. ആ സാധനം ഇളകി പൊടിഞ്ഞു പോകണല്ലേ. ഈ സാധനമാണ് നമ്മളെ ബ്രാക്ക് പിടിച്ചോണ്ടിരുന്നത്. ബ്രാക്ക് എനിക്ക് കുറവായിരുന്നു. എല്ലാം ഇനി സെറ്റാകും. പുതിയതായി പണിയുണ്ട് കേട്ടോ. ഇതിന്റെ പിസ്റ്റനൊക്കെ ഒരു ജാമായി. ഓ, ഏതാ അവസ്ഥ. നല്ലോണം ബമ്പ ക്ലീനിങ്. വീഡിയോ കുറച്ചു നേരം കൂടെ എടുത്തോണ്ടിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കടുപ്പിച്ച് ക്ലീൻ ചെയ്യും. സംഭവം ഇതിന്റെ പിസ്റ്റൻ കണ്ട, ഈ 4 ഓട്ടാണ് ഇരിക്കുന്ന സാധനം. അതാണ് പിസ്റ്റൻ. അത് ഫുള്ള് ജാമായി സീനായിട്ടിരിക്കുകയാണ്. അതിനെ ഫുള്ള് ക്ലീൻ ചെയ്തോണ്ടിരിക്കണം. ഓ, നല്ലെണ്ണൻ്റെ വർക്ക് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ചെയ്യണുള്ളൂ. ഇനി ഡബിൾ പണിയായി. പേഡ് മാത്രം മാറാനുള്ളത്. അയ്യോ സീൻ. ഈ പഴയ ഡിസ്ക് പേഡ് കണ്ട തകർന്ന അവസ്ഥയിൽ. ഇത് ഈ പുതിയ ഡിസ്ക് പേഡ് നമ്മൾ വണ്ടിക്കകത്തിടാൻ പോകുന്നു. വിളിച്ചോ. ഓക്കെ, കഷ്ടപ്പാടാണല്ലേ. കഷ്ടപ്പെട്ടാണ് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഏതാ ഈ മരുന്ന് ബ്രേക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ബ്രേക്കും സെറ്റാക്കി കേട്ടോ. പക്ഷെ സമയം എടുത്ത നേരെ ഇരുട്ടി. പോവാം, മാളി പോണോ? മാളി പറഞ്ഞ
നോക്കി അത് നമ്മൾ തീരുമാനിക്കട്ടെ. സമയം നല്ലോണം ഇരുട്ടി കേട്ടോ. ബ്രേക്ക് സെറ്റാക്കി ഇത് മാറ്റാൻ സമയമായി കാണുമല്ലോ, ഒരുപാട് സമയമായില്ലേ? വീട്ടിൽ പോയിട്ട് ഇളക്കി മാറ്റാല്ലേ? ഓക്കെ പൈസ ഉണ്ടോ? മീറ്ററൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി. ഇനി നേരെ വീട്ടിലോട്ട് വിടാം അല്ലേ? യെസ്. ഇൻഡോർ ആയാലും നൈറ്റ് ലൈറ്റ് ആയാലും അത്യാവശ്യം കൊള്ളാം. കണ്ട സ്ഥലം ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടോ? പോട്ടവനെ അമ്മീ പതിയപ്പോ ബ്രേക്ക് സല്ലാണ്ടനാണ് ശരിയാക്കി, അതുകൊണ്ട് പോട്ടോ. പിന്നെ അണ്ണ പോട്ടോ, സല്ലാണ്ട വിളി ഫോണ്. ഓക്കെ അപ്പം നേരെ വീടെത്തട്ടെ. ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് വീടെത്താൻ വേണ്ടിയിട്ട്. വീടെത്തട്ടെ. ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ആ സാധനം അഴിച്ച് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനെ അഴിച്ച് മാറ്റി ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനെ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഇങ്ങനെ വണ്ടിക്ക് നമ്മൾ ആ സാധനം അഴിച്ച് മാറ്റി കേട്ടോ. എന്തോരം നൈസായിട്ട് ഇങ്ങോട്ട് കേട്ടോ, നല്ല വൃത്തിക്കിരിക്കുന്നു. പക്ഷെ മീറ്റർ വന്നിട്ട് സീനാണ് കേട്ടോ. ആ യെല്ലോ ഷെയ്ഡ് കണ്ട. പക്ഷെ വർക്കൊക്കെ ഉണ്ട്, ഫുള്ള് പക്ക വർക്കിങ് തന്നെയാണ്. വെയിലടിച്ച് ഫുള്ള് തകർന്ന അവസ്ഥയായിപ്പോയി. ഉടനെ തന്നെ നമുക്ക് അടുത്ത മീറ്റർ മാറാം. അതായത് ഇത് പോകുന്ന ദൂരം അത്രയും പോകും. ഒരു മീറ്റർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മീറ്റർ BS6 ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല. BS4 ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ മീറ്റർ വാങ്ങി വെക്കും. എന്നിട്ട് ഈ മീറ്റർ തീരുന്നത് വരെ വെച്ചിരുന്നിട്ട് മീറ്റർ എടുത്ത് ഇതിനകത്ത് സെറ്റ് ചെയ്യും കേട്ടോ. അതാണ് പരിപാടി. അപ്പം ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ വെയിലൊക്കെ അടിച്ച് ഫുള്ള് തകർന്ന അവസ്ഥയിലാണ്. പക്ഷേ ഇത് പണി ചെയ്യാൻ പറ്റുമെന്ന് 1-2 റീലൊക്കെ എനിക്ക് 1-2 പേര് അയച്ചു തന്നെ കേട്ടോ. അപ്പോൾ നോക്കട്ടെ. എന്നാൽ ഈ പഴയ മീറ്ററിന് അതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ ഉള്ള മീറ്റർ തന്നെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കി വരികയാണ്. പക്ഷെ നൈസായിട്ട് നമ്മൾ മീറ്റർ ഷെല്ലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് എന്തായാലും ഇടാൻ ഓർത്ത്. ഇതാണക്ക് മീറ്റർ ഷെല്ല് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെടിച്ചൊക്കെ ഇരിക്കണമെങ്കിൽ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതാണക്ക് എന്തെങ്കിലും പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതിൻ്റെ കൂടെ വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇതായത്. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലത്തെ കൊണ്ടാണ് ഭയങ്കര ഇതായിപ്പോയി കേട്ടോ. ഇന്നലെയാണ് കുറേ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തത് തന്നെ. അങ്ങനെ കിട്ടിയ പണിയായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത മീറ്റർ ചെയ്ത് നോക്കി. ഇത് പോഞ്ഞ് പോവുകയാണെങ്കിൽ ഈ മീറ്റർ വാങ്ങിയത് വന്നിട്ട് ഏകദേശം 1200 രൂപ കേട്ടോ. ഈ മീറ്റർ വാങ്ങാൻ കിട്ടായില്ല, മീറ്റർ ഷെല്ല് വാങ്ങാൻ കിട്ടായില്ല. മീറ്ററിന് 20 സംതിങ് ആണ്ട് വിലയുണ്ട്. സെക്കൻഡ് റീഫർബിഷ് പുതിയതുപോലത്തെ 0 കിലോമീറ്റർ ഓടിയ സാധനം കിട്ടും. 8000 രൂപ അങ്ങനെ എന്താ പറയാനായിട്ട്. പിന്നെ ഇതിന്റെ മാത്രമല്ല, ഒരുപാട് മീറ്റർ ഷെല്ല് അവിടെ നെക്സ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നു. നമ്മുടെ V3 ഉണ്ട്. V3 കണ്ട തകർന്നിരിക്കണം. അടുത്ത് പോകുമ്പോൾ അത് മാറാൻ അവിടെ കൊണ്ടുപോയി തന്നെ മാറാന്ന് ഓർത്ത് അതും ഒന്ന് സെറ്റ് ആക്കണം. അതും അടിച്ചു പോണതിന് മുമ്പ് അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ അവസാനം മീറ്റർ മാറേണ്ടി വരും ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് മീറ്റർ ഷെല്ലൊക്കെ ഇങ്ങനെ തകർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മീറ്റർ ഷെല്ല് മാറിക്കില്ല എന്നുണ്ടെങ്കിൽ മീറ്റർ വാങ്ങി പോക്കറ്റ് കീറി പോകും. അതാണ് സംഭവം. കാരണം ഇനി എന്തായാലും ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് വീണ്ടും ഉടനെ തന്നെ വരാം. അതാണ്. അപ്പോൾ എന്തായാലും വേറെ പറയാമല്ലോ. ഒരുപാട് സപ്പോർട്ട്, ഒരു സന്തോഷം. ഇത്രയും നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടതിലും ഒരുപാട് സന്തോഷം. മറക്കാതെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോ. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടാം. ഡിസ്ലൈക്ക് ചെയ്യാതെ കാണാൻ. ബൈ. ശരി എന്നാൽ.